നാം മനസ്സിലാക്കിക്കോട്ടെ. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം സാക്ഷരതയുടെ പാവം അടിച്ചിറക്കിയത്. പിന്നെ കുറെ ബഹളമൊക്കെ വെച്ചതിന് ശേഷം മാറ്റിയത്. പിന്നെ ഒരു പരിഷത്തുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാടകം കളിച്ചു. എന്താ നാടകത്തിൽ അഭിനയിക്കുന്നത്? നാടകത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു കഥാപാത്രമുണ്ട്. കഥാപാത്രത്തിന്റെ പേരെന്താ? ആ കഥാപാത്രം ആരാ? അബ്ദുള്ള ഹാജി ഖാന്റെ 4ാമത്തെ ഭാര്യയുടെ 3ാമത്തെ പുത്രൻ. എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. എത്ര ആസൂത്രണമായി സംഘടിപ്പിച്ച കഥാപാത്രമാണെന്ന് മനസ്സിലാക്കണം. അബ്ദുള്ള ഹാജി എന്നാണോ പേര്? മുസ്ലിമാണോ? എന്നാ 4 കെട്ടിയിരിക്കും. 4 കെട്ടിയാൽ അതിലുള്ള ഒറ്റ കുട്ടിക്കും എഴുതാനും വായിക്കാനും അറിയില്ല. അതാ 4ാമത്തെ ഭാര്യയുടെ 3ാമത്തെ പുത്രനെ എഴുതാനും വായിക്കാനും അറിയാത്ത കഥാപാത്രം. ഇങ്ങനെ ഇവിടെ നാടകം 6 ആഴ്ചയിനകത്ത് മുസ്ലിങ്ങളിൽ നിന്ന് നിരക്ഷരത്ര, ഹരിജനങ്ങളിൽ നിന്ന് നിരക്ഷരത്ര, വേറെ ആരുമില്ല നിരക്ഷരായിട്ട്. ഇങ്ങനെ പറഞ്ഞ് 6 ആഴ്ച. വിവരം കിട്ടവരെ, നിങ്ങൾക്കറിയുമോ? ക്രിസ്തുവർഷം 610 ആഗസ്റ്റ് മാസം 6-ാം തീയതി മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ജബലിനൂറുള്ള ഏതാനും അടി ഉയരത്തിലുള്ള ഹിറാ ഗുഹയിൽ റമദാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ സുബഹി വഖത്തിന് 2 മണിക്കൂർ മുമ്പ് ധ്യാന നിമഗ്നനായിരുന്ന അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞ വിപ്ലവ വാചകം ഏതാണെന്നറിയുമോ? കൊല്ലൂ നബിയെ, വാളെടുത്തുകൊണ്ട് ഇറങ്ങൂ, ഈ വൃത്തികെട്ടവരെതിരെ യുദ്ധം ചെയ്യൂ എന്നല്ല പറഞ്ഞത്. പ്രസംഗിക്കൂ നബിയെ എന്നല്ല പറഞ്ഞത്. നിസ്കരിക്കാൻ ആളെ വിളിക്കൂ നബിയെ എന്നല്ല പറഞ്ഞത്. പ്രപഞ്ചത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആന്റെ സൂക്തം ഇറങ്ങിയപ്പോൾ ആ ആദ്യത്തെ സൂക്തം ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കൂ നബിയെ, വായിക്കൂ. ഖുർആനുണ്ട്. ലോകത്തെ 140 കോടി മുസൽമാൻ നെഞ്ചോടടുപ്പിക്ക് പിടിക്കുന്ന വിശുദ്ധ ഖുർആനുണ്ടല്ലോ. ആര് വെറുത്താലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഖുർആൻ. 1000 കവല പ്രസംഗങ്ങൾ നടത്തിയാലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഖുർആൻ. എത്ര ക്ഷേത്രാസന്തതികൾ ഏതൊക്കെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്താലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഖുർആൻ. ആരെല്ലാം മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാലും, സ്ത്രീകൾക്ക് വേണ്ടി അധ്യായം തിരുത്തി കുറിക്കണമെന്ന് പറഞ്ഞാലും, ഒരു വള്ളിപുള്ളി സ്വർഗത്തിന് വ്യത്യാസം വരുത്തണമെങ്കിൽ 140 കോടി മുസൽമാന്റെ മയ്യത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ലോകത്തിന്റെ ആദ്യമായി ലോകത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്, ആ ഖുർആന്റെ ആദ്യത്തെ അധ്യാപനവും സന്ദേശവും വായിക്കൂ നബിയെ, വായിക്കൂ. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക, എഴുതുക. ഇത് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയത്. ഇത് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ആദ്യം ഖുർആനിൽ കൂടെ പറഞ്ഞ ഉപകരണത്തിന്റെ പേരെന്താ? പിറ്റാത്തി ആണോ? കഥാരയോ? പലപ്പോഴും കത്തിയോ? മെഷീൻ ഗണ്ണോ? AK-47 റൈഫിളോ? ഇതൊന്നുമല്ല. ഇതൊക്കെ ഇപ്പോഴാണ് ഞങ്ങളും കാണാൻ എടുക്കാനൊക്കെ തുടങ്ങിയത്. ആദ്യമായിട്ട് ഖുർആനിലൂടെ പറഞ്ഞ സാധനത്തിന്റെ പേരെന്താണെന്നറിയോ? പേന. ഏതൊരു ഗ്രന്ഥമുണ്ടോ ഇവിടെ എടുത്തു കാണിക്കാൻ? പേന. ആ പേന ആദ്യം ഖുർആനിലൂടെ പേര് പറഞ്ഞ സാധനം. ഇരിക്കുന്ന എത്ര പേരുണ്ട്? ഇരിക്കുന്ന ആരുടെയൊക്കെ കയ്യിൽ കത്തിയുണ്ടെന്ന് ചോദിച്ചാൽ ആരുണ്ടാവില്ല എണീക്കാൻ. ആരുടെയൊക്കെ കയ്യിൽ AK-47 റൈഫിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല എണീക്കാൻ. ആരുടെയൊക്കെ കയ്യിൽ കഠാര ഇരിപ്പുണ്ടെന്ന് ചോദിച്ചാൽ ആരും എണീക്കാൻ ഉണ്ടാവില്ല. ആരൊക്കെ സൈക്കിൾ ചെയിൻ കരുതിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല. ആരുടെയൊക്കെ കയ്യിൽ പേന ഇരിപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഇരിക്കുന്നതിൽ 90% കൈപൊക്കും. പേനയുണ്ട്, പേന. ലോകത്തെ കോടാനുകോടി മനുഷ്യന്റെ പോക്കറ്റിൽ പേനയുണ്ട്. ഏത് ഓഫീസിലാണോ പേനയില്ലാത്ത ഓഫീസ്? പേന വേണ്ടാത്ത ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ ഒരു ദിവസമെങ്കിലും പേനകൾക്ക് അവധിയുള്ള ദിവസമുണ്ടോ? കത്തികൾക്ക് അവധിയുള്ള എത്രയോ ദിവസമുണ്ട്. പേനകൾക്ക് അവധിയുള്ള ദിവസമുണ്ടോ? പേനയില്ലാത്ത ജീവിതമുണ്ടോ? ഈ ലോകത്ത് ഏറ്റവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപകരണം പേനയല്ലേ? ആ പേന കൊണ്ട് എത്ര കോടി ജനങ്ങളാണ് ജീവിക്കുന്നത്? ആ പേനയുടെ പേരാണ് ഖുർആൻ ആദ്യമായി പറഞ്ഞ ഉപകരണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കു ഹബീബേ, വായിക്കു റസൂലേ. ഇതാണ് പേന. ഇതാണ് വായിക്കാനാണ് ഖുർആൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് ആ ഖുർആന്റെ മക്കളെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിരക്ഷരര് മുസ്ലിങ്ങളിൽ നിന്നെത്ര ചോദിക്കുന്നത്, പിന്നെ അർജുനങ്ങളിൽ നിന്നെത്ര.
അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ടുവന്ന് ഗ്യാസ് ചേമ്പറിലിട്ടകത്തിട്ട് ചുട്ടുകൊള്ളുന്ന ചരിത്രമാണ് ആ ആധുനിക റഷ്യക്കാരന് പറയാനുള്ളതെങ്കിൽ, അമേരിക്കക്കാരന് പറയാനുള്ളതെങ്കിൽ, ആ യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ അവര് പ്രവാചകരെ കല്ലെറിഞ്ഞവരാണ്, അവര് തെരുവിളിച്ചവരാണ്, അവരിങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരാണ്, അവരെ കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചവരാണ് യുദ്ധത്തില്. അങ്ങനത്തെ ധിക്കാരികളും അഹങ്കാരികളും ആണെന്നിരിക്കവേ അവർക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നത് കൊണ്ട് അവരിൽ ഒരാൾ വീതം 10 മുസ്ലിങ്ങളുടെ കൂടെ വിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് യുദ്ധത്തടവുകാരനോട് ഇത്ര ഉദാരമായ സമീപനം സ്വീകരിച്ച, യുദ്ധത്തടവുകാരനെ കൊണ്ട് ഇത്ര പ്രയോജനകരമായ കാര്യം ആഗ്രഹിച്ച പ്രപഞ്ചത്തിലെ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ മഖ്ലൂഖീൻ അഫ്ളലുൽ മുർസലീൻ മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബ് മാത്രമല്ലേ, ആ മഹാനായ പ്രവാചകൻ മാത്രമല്ലേ? ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു പോയാൽ അതുകൊണ്ടൊന്ന് ചൂടുപിടിച്ചു അല്ലേ? ചൂടുപിടിച്ചു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് ഇങ്ങനത്തെ സമീപനം. ഉമർ ഫാറൂഖ് എന്താ പറഞ്ഞ? കൊല്ലണം നബിയെ, മൂർഖണം. ഉമർ ഫാറൂഖ് ഇങ്ങനെയൊക്കെ ഇത്രയും കട്ടിയായ മനസ്സിന്റെ ഉടമയായിരുന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എങ്കിലും റസൂലുള്ളാഹിയോട് ഇഷ്ടം പറയാൻ വേണ്ടി പറഞ്ഞതായ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നില്ലേ? ഹബീബായ നബി വഫാത്തായി കിടക്കുന്നിടത്തേക്ക് പ്രവാചകന്റെ ആ പുണ്യ പൂമുഖം ഒന്ന് അന്ത്യമായി ദർശിക്കാൻ വേണ്ടി എത്തിയ ആയിരങ്ങൾ ഇങ്ങനെ കൂലൻ കുത്തി ഒഴുകുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് വാളെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭൂമേനിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഹബീബായ നബി വഫാത്തായിട്ടില്ലടാ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ വെട്ടുമെടാ എന്ന് പറഞ്ഞുകൊണ്ട് വാൾ ഉയർത്തിപ്പിടിച്ച് റസൂലുള്ളാഹിന്റെ പുണ്യ ഭൂമേനിയുടെ മുന്നിൽ നിന്നില്ലേ? ബഹുമാനപ്പെട്ട സഹാബാക്കൾ അന്തം വിട്ടുപോയില്ലേ? കാരണം അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുകയാണ്. അവിടുത്തെയുടെ മുഖമൊന്ന് ദർശിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഉമർ ഒറ്റയ്ക്ക് വാളെടുത്ത് ഉയർത്തിപ്പിടിച്ചപ്പോൾ അപ്പുറത്ത് വന്ന ആയിരങ്ങൾ അന്തം വിട്ട് നിൽക്കുന്നതല്ലാതെ ഉമറിന്റെ അടുക്കലേക്ക് എത്താൻ ആരും തന്റേടപ്പെടുന്നില്ല. ഉമറിന്റെ ചുവന്ന കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഉമർ പറഞ്ഞു, എന്റെ പ്രവാചകൻ വഫാത്താകൂല, എന്റെ നബിക്കടിയും വഫാത്താവൂല. അങ്ങനെ വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ വെച്ചിരിക്കില്ല, അട്ടിക്കളയും ഞാൻ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് വാളുയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നില്ലേ? ഹബീബായ നബിയോടുള്ള പ്രേമം എത്രയായിരുന്നു അവർക്ക്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. ആരെങ്കിലും അത് പറഞ്ഞാൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വാളെടുത്തുകൊണ്ട് നിന്നു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ വന്നത്. വന്നിട്ട് ഹബീബായ നബിയുടെ ആ പുണ്യമായ ശരീരത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഉമറുൽ ഫാറൂഖിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് വന്നില്ലേ? സിദ്ദീഖുൽ അക്ബർ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ വന്ന് കൈവച്ചു. എന്നിട്ട് ചോദിച്ചു, സിദ്ദീഖ്, ഉമറേ എന്തായി കാണിക്കുന്നത്? ഹബീബായ നബി വഫാത്തായില്ലേ ഉമറേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഈ ദിവസം നമുക്ക് വാശി പ്രകടിപ്പിക്കാനുള്ള ദിവസമാണോ? ഇങ്ങോട്ട് മാറൂ ഉമറേ. ഉമറിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അബൂബക്കറിന്റെ മുഖത്തേക്ക് ഒരു പേ പിടിച്ച മനുഷ്യനെ പോലെ ഇങ്ങനെ അലഞ്ഞു നോക്കിയിട്ട്